ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ പിന്നെ വന്നേക്കാണ് അതിലായിട്ട്. അപ്പോൾ കുറച്ച് ദിവസത്തേക്കൊന്നും വീഡിയോ ഒന്നുമില്ല. അത് വേറെ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ കുറേ വീഡിയോ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിരുന്ന ടൈമിൽ എൻ്റെ ഫോണിൽ സ്പേസ് ഓവർലോഡായിട്ട് ഇങ്ങനെ അത് ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. ഇപ്പോൾ ഞാൻ ഇന്നടുത്ത് വെച്ച് നോക്കി കുറച്ചാൾ വൈഫൈ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ ഇടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. പിന്നെ എടുത്ത് വെച്ചിരുന്ന ഇടാൻ നോക്കി, പിന്നെ അതൊന്നും നടന്നില്ല. നോക്കിയപ്പോൾ അതൊക്കെ പോയി. അപ്പോൾ ഗൈസ്, ഇന്ന് ഏതായിട്ട് കളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഒരു മിനിറ്റ്, എൻ്റെ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ എന്നാണ് കൂടെ. എന്നാലും ഒരിക്കൽ കൂടെ വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചുകൂടെ സൗണ്ട് കുറഞ്ഞില്ലേ? കുറച്ചുകൂടെ ഓക്കെ, മതിയേ. അപ്പോൾ ഈ അതിൽ അത്യാവശ്യം കുറച്ച് പൈസയെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വഴി നിങ്ങൾക്ക് അറിയായിരിക്കും. ടാസ്ക്കാണ്. അപ്പോൾ അത് ചെയ്താൽ മതി. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഓസ്ട്രോ റാപ്റ്ററായിട്ട് കളിച്ചിട്ട് എനിക്ക് 30 മിനിറ്റ് സർവൈവ് ചെയ്ത്. അപ്പോൾ ഇത് 100 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന 2000 കോയിനും 4 ജെമ്മും കിട്ടും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇതാണ് മേക്ക് എനി പർച്ചേസ് ഇൻ ദ സ്റ്റോർ. അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ 50 ജെമ്മും 10,000 കോയിനും കിട്ടും. അത് ഗ്രോത്ത് അല്ല, ഇതിൻ്റെ സർവൈവിങ് പെർസെൻറ്റേജ്. അപ്പോൾ ഇപ്പോൾ ഏതായിട്ട് കളിക്കണമെന്നാണ്. ഇപ്പോൾ പേച്ചായിട്ട് കളിച്ചു കഴിഞ്ഞാലും പേച്ച് ഒരുപാട് നേരം എടുക്കും ഗൈസ്. ഗ്രോത്തൊക്കെ ഇട്ട് നമുക്ക് ഇവനായിട്ട് കളിക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ സ്പോണായിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് ഇവൻ. അന്നേരത്ത് കണ്ട പോലെ ആ കളറൊന്നുമല്ല. നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് ഇതിൻ്റെ കളർ മാറ്റിയിരിക്കും. ഞാൻ ആദ്യമേ ഇതിൽ കയറിയായിരുന്നേ. ഈ ഗെയിമിൽ കയറിയപ്പം അങ്ങനെ കയറിയപ്പം നിറച്ച ആൾക്കാരായിരുന്നു. ഇപ്പോൾ 70 ഉണ്ട്. പിന്നെ ഇവനെടുക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് കണ്ട, ഈ സ്മെല്ലിങ്ങിൻ്റെ ഇപ്പുറത്തുള്ളൊരു ബട്ടൺ, അത് ഞെക്കിക്കഴിഞ്ഞുണ്ടല്ലോ ഇവൻ വെള്ളത്തിൽ ഒരുമാതിരി ശരം വിട്ട പോലെ പോകും. അത് ഞാൻ കാണിച്ചു തരാം. ഫുഡ് എവിടെ ഉണ്ടാവോ അവിടെ ആ ഒരു പരിസരത്തായിട്ടൊക്കെ ആൾക്കാർ കാണും. അവിടെ ഫുഡുണ്ടല്ലേ, നമുക്കൊന്ന് ക്രോസ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. ഇപ്പുറത്ത് ആൾക്കാരുണ്ടോയെന്ന് അറിയത്തില്ല. എന്നാലും ഇപ്പോൾ നമ്മൾ സാധാ നോർമലി ചാടി ഇങ്ങനെ നീന്തിപ്പോകും. ഇപ്പം ഞാൻ ഇത് അമുക്കാൻ പോകണേ. 1 2 3. നൈസാണ്. അയ്യോ, ശരം വിട്ട് തൊലഞ്ഞു. കണ്ടാ, വെള്ളം കുടിക്കാൻ പറ്റും. പക്ഷെ എൻ്റെ വെള്ളം ഫുള്ളാണ്. നമുക്കിനി ഫുഡ് പോവാം. ഫുഡിന് അന്വേഷണം ചെയ്തിട്ടില്ല, അതാണ് വേറൊരു സീൻ. അപ്പോൾ അതിൽ നെക്സ്റ്റിങ് എനിക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറയല്ല, എനിക്ക് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് ഇറങ്ങുമോ. എഗ്ഗാണോ? എഗ്ഗ് അല്ല, എഗ്ഗ് നെക്സ്റ്റിങ് എങ്ങനെ കൃത്യമായിട്ട് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഞാൻ ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല അതിൽ കളിച്ചിട്ട്. അപ്പോൾ ഇപ്പം ഈ ഇടയ്ക്ക് ചെറുതായിട്ടൊരു ഇതുപോലെ ക്ലൂ പോലെ കിട്ടി, പഠിച്ച് കണ്ടില്ലേ. ഇതൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യാനാണ് ഈ ഒരു മാർക്ക്. ഇവിടെയാണ് നെക്സ്റ്റ് ചെയ്യണത്. അപ്പോൾ എമൗണ്ട് ഓഫ് ഫുഡ് യു ഹാവ്, എമൗണ്ട് ഓഫ് നെക്സ്റ്റ് റൈസ് ഡിനോസർ ടു ബിൽഡ് ഇൻ ദി നെക്സ്റ്റ്. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കണ നമ്മളൊരു ഫ്രണ്ടായിട്ട് ആ ഡിനോസറിൻ്റെ അടുത്ത്, അതായത് നമ്മളെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയണം ഇതേപോലെ നെക്സ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ പുള്ളി എന്തെങ്കിലും ചെയ്യണമായിരിക്കും. അങ്ങനെയാണ് ഇത് എഴുതിയേക്കുന്നത്, എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളൊരു സ്ഥലമുണ്ട് ഈ മാപ്പിലല്ല, ഏറ്റവും ആൾക്കാർ കൂടിയ മാപ്പിൽ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു സ്ഥലത്ത് വരുമല്ലോ. അതായത് നമ്മളിപ്പം ഒറിജിനൽ ലൈനിൽ എല്ലാവരും കൂടെ വരുന്നൊരു സ്ഥലമുണ്ട്. സൗത്ത് പ്ലെയിൻസ് അങ്ങനെ എന്തോ ആണ്. അതാണോ എന്നൊരു ഡൗട്ട്. സ്ഥലം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇവിടെ വന്ന് നമ്മൾ മറ്റേ ഡീനോ സൈക്കസായിട്ട് കളിച്ചപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പയ്യന്മാർ 2 പേരും ഒരു പാച്ചിനെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. അതായത് അവരെ ചേസ് ചെയ്ത് കൊല്ലാൻ നോക്കണം. അപ്പോൾ നമ്മളിവിടെ നിന്ന് നമ്മൾ 2 പേരെയും തീർത്ത്, അതായത് നമ്മളെ ഗ്രൂപ്പിലെ പയ്യനെയും തീർത്ത് പാച്ചിനെയും തീർത്ത്. അപ്പോൾ
ഇനിയിപ്പം അങ്ങോട്ടൊക്കെ പോയി നോക്കാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ. എനിക്ക് ആ മറ്റേ ഓർത്തോമൈമസ് ഇല്ലേ, ആ സാധനത്തിന് കാണുമ്പോൾ ചുമ്മാ ഓടിച്ചിട്ട് അടിക്കാൻ തോന്നി. പക്ഷെ അത് വെച്ച് കളിക്കാൻ ഭയങ്കര രസമാണ് ഗൈസ്. കാര്യം വലിയ ലുക്കും ഇതില്ലെങ്കിലും പുള്ളി വെച്ച് കളിക്കാൻ ഭയങ്കര ഫ്ലെക്സിബിളാണ്. അതായത് ഇങ്ങനെ നമ്മളിപ്പോൾ നേരെ ചെന്നിട്ട് ഇങ്ങനെ കടിക്കണം. ഇത് ഇവിടെ നിന്ന് കടിച്ചാലേ അപ്പുറത്തെ തമ്മ കടിയെങ്കിലും കൊള്ളൂ. ആ ഒരു റേഞ്ചിന് കടിക്കണം. പക്ഷെ അതങ്ങനെയല്ല, അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കെ തന്നെ നമുക്ക് ചാടി ചവിട്ടാൻ പറ്റും. ആ ഒരു എബിലിറ്റി ഉള്ളതുകൊണ്ട് കിണ്ണമാണ്. മാത്രമല്ല ആ നീണ്ട കഴുത്തുണ്ടല്ലോ, അത് വെച്ച് ഇങ്ങനെ താഴോട്ട് വന്ന് കൊത്താൻ പറ്റും. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതിന്, അല്ല കുറേ എബിലിറ്റീസ് ഉണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് കിടിലാണ് ആ ഒരു എബിലിറ്റി. ഇതിപ്പോൾ എന്താ ഇതിനെ പുറത്ത് കയറുന്നില്ല പോലെ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കുറച്ച് നേരം കിടക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇത് പിടിക്കും, എന്താ കിടക്കാത്തതിനോട് അസുഖം എന്നൊക്കെ അറിയോ ഗൈസ്. മീൻ പിടിക്കാൻ ഈ അയില് ഞാൻ ആദ്യം വിചാരിച്ചാൽ മീൻ പിടിക്കാൻ ഭയങ്കര ടഫ് എന്നായിരുന്നു. പക്ഷെ മീൻ പിടിക്കാൻ കുറച്ച് പാടുണ്ട്, എന്നാലും സിമ്പിളാണ്. അത് അത്യാവശ്യം കൂട്ടിയിട്ടിട്ട് സ്മെല്ല് ചെയ്യണം. സ്മെല്ല് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചില്ല. സ്മെല്ല് ചെയ്യുമ്പോൾ അത് ഇവിടെ ഉണ്ട്, ആ മീൻ ഇവിടെ ഉണ്ട്, അതായത് ഫിഷ് ഇവിടെ ഉണ്ട്. വെള്ളത്തിനടിയിൽ കൂട്ടിയിടാനേ. ഓക്കെ, കൂട്ടിയിട്ട് അപ്പോൾ ഇനി നമ്മൾ ആംബുഷിൽ നിൽക്കുക. ഇങ്ങനെ നിന്നിട്ട് ഇപ്പോൾ മീനിൻ്റെ സിമ്പൽ പോയി, അത് കുഴപ്പമില്ല, നമുക്കെടുത്ത് അങ്ങ് ചാടിയാൽ മതി. ഇപ്പോൾ നമ്മൾ ആംബുഷ് സ്പീഡ് ഇവിടെ വരുന്ന നോക്കിയാണേ, നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, ഇത് വന്ന്. അപ്പോൾ നമ്മളിനി കുറച്ച് ദൂരം ഇങ്ങനെ പോവുക. മതി എന്നിട്ട് സ്പീഡിൽ വന്നിട്ട് ചാടുക. അപ്പോൾ ഇനി നമ്മൾ താഴോട്ട് നോക്കുക. ഇത് ഇപ്പം നൈറ്റിലാണെങ്കിൽ നിങ്ങൾ നല്ല ഫ്ലാഷ് കൂട്ടിയിടേണ്ടി വരും. കാരണം കണ്ടില്ലേ, മോർണിംഗ് ആണെങ്കിൽ നിങ്ങൾ ഫ്ലാഷ് ഇട്ട് കുറച്ച് കൂട്ടിയിട്ടാൽ ഇത് അതൊക്കെ എൻ്റെ അടുത്തൂടെ വരണം. മോർണിംഗ് ആണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഫ്ലാഷ് കൂട്ടിയിട്ടാൽ മതി, എളുപ്പം കിട്ടും. എൻ്റെ അടുത്തൂടെ പിടിക്കാതെ ഇത് നല്ല ഫ്ലാഷ് കൂട്ടിയിടേണ്ടി വരും. ട്രൈ ചെയ്ത് നോക്കാലും. ഓക്കെ, ഇപ്പോൾ രാവിലെ പോലെ ഇനി നമുക്ക് നോക്കാം. ഇതേ പോകുന്നു കടിക്ക്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല, എൻ്റെ അടുത്തുകൂടെ ഒന്ന് പോയായിരുന്നു. ഒന്നുകൂടെ ഒന്ന് അടിയിൽ നോക്കട്ടെ. എനിക്ക് പെട്ടെന്ന് തന്നെ അത് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, എൻ്റെ അടുത്തുകൂടെ ഇപ്പോൾ ഒന്ന് പോയി. കിട്ടിയെന്നറിയത്തില്ല. കിട്ടില്ല. നോക്കാം. വേറെ ഏതിൻ്റെ ഒരു സൗണ്ട് ഞാൻ കേട്ടു. സ്കിപ്പിങ് മീൻ കണ്ടില്ലേ, ഒരു സാധനം ദേ വരുന്നതാണ്. നമുക്കൊന്ന് പോയി ചൊറഞ്ഞല്ലേ, ചാവണമെങ്കിൽ ചാവട്ടെ. എടാ എണീച്ച് പോടാ, നിനക്ക് നാണമുണ്ടോ? വേണ്ടായിരുന്നു. എടാ നിനക്ക് നാണമുണ്ടോ? വീട്ടിൽ പോടാ കൊച്ചെറുക്ക. ആ അടിപൊളി. അപ്പോൾ അവനെ തട്ടാൻ പോയി വെറുതെ. ആ ചെറുക്കനെ ഫുഡ് വേണമായിരുന്നു, എന്നിട്ട് എന്നെ കൊല്ലാൻ വന്നു. ഇവിടെ പോടാ. എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് പാച്ചിന് എടുക്കാം ഗൈസ്. കാരണം ഇവൻ്റെ എപ്പിസോഡ് ഇത് വെച്ച് എൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട, നമുക്ക് പാച്ചിനെ കൂട്ടാൻ കൊടുക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, അയ്യോ ഇതല്ലല്ലേ പാച്ചി. ഓ ഡിലോ നോക്ക്, ഇതിൻ്റെ ഈ വ്യൂവിൽ കൊള്ളാല്ലേ. എൻ്റെ തലയിൽ ഇത് ഇങ്ങനെ നല്ല 2 മൗണ്ടെയിൻ പോലെ ഉണ്ടല്ലേ, കുറച്ചുകൂടെ. ഓക്കെ, അപ്പോൾ സൗണ്ട് ഇട്ടെ. ഇവന് വേറെ ഏതോ സൗണ്ട്, അയില്ല സൗണ്ട് ഉണ്ടാകും നോക്കെ അവന്. ഇല്ല മറ്റേ ഇതാണ് മോട്ടലയൻ പാച്ചി. അപ്പോൾ ഇവൻ്റെ ഈ കളർ ഞാൻ കുറേ നാളെ കൊണ്ട് എടുത്ത് കളിക്കുന്നത്. ശരിക്കും ഇങ്ങനെ ഇട്ട് കണ്ട് ഒരു ഇത്. അപ്പോൾ ഞാൻ പൈസ എൻ്റെ ഇപ്പോൾ ഇത്രയുണ്ട്. ഞാൻ ഡിയോനെ വാങ്ങിക്കാനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവനെ വാങ്ങിക്കാൻ 32,000 രൂപ വേണം. പക്ഷെ എൻ്റെ ഇപ്പോൾ 14,850 രൂപ ഉള്ളൂ. അപ്പോൾ ഇതിൽ പാച്ചിൻ്റെ കളറൊന്നും മാറ്റാൻ നോക്കാം, നമുക്ക് പിന്നെ നോക്കാമല്ലോ. എനിക്ക് നല്ലൊരു കളർ നോക്കട്ടെ ആദ്യം. ഇത് കിടക്കട്ടെ, എന്നിട്ട് ഇത് മാറ്റട്ടെ. നല്ലൊരു സ്ട്രൈപ്സ്, നല്ലൊരു ഇതൊക്കെ കിട്ടുമ്പോൾ നല്ല കിട്ടിലിരിക്കും.
ഇതിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പച്ച ഉണ്ടല്ലേ, പച്ച പാച്ച് ബോറാണ്, വൻ ബോറാണ്, ഒട്ടും കൊള്ളത്തില്ല. ഓക്കെ ഓക്കെ, ഇതാണ് അവൻ്റെ ബോഡി കളർ. ഇതും കൊള്ളത്തില്ല, കൊള്ളത്തില്ല, കൊള്ളത്തില്ല. ഇതൊക്കെ എന്ത്? നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു എപ്പിസോഡ് അങ്ങനെ തുടങ്ങാം. അപ്പോൾ ഏറ്റവും കൂടിയ സർവറാണ് എടുക്കുന്നത്. ഉറപ്പായിട്ട് ചാവാൻ നല്ല ചാൻസ് ഉണ്ട്, ഒന്നും വിചാരിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പോണായിട്ടുണ്ട്. കളിയിലെ ചെറുതായിരിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. നമ്മളെ മറ്റേ ഇല്ലത്തെ പോലെ മെയിൽ ഡിസ്പ്ലേ അങ്ങനത്തെ ഒരു സാധനങ്ങളുമില്ല. അതൊക്കെ വാൽ ഡിസ്പ്ലേ ആണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ? സിനിമയാണ് കേട്ടോ. ഇപ്പൊ ഇവിടെ പുല്ലില്ലാത്തോണ്ടാണ് നമ്മൾ ഇവനെങ്കിലും കണ്ടത്. പുല്ലുണ്ടായിരുന്ന ഇപ്പൊ കാണാനേ പറ്റൂല. എന്തായാലും ഇവന്റെ അടുത്തൊന്ന് പോയി നോക്കാം. അയ്യോ, ഇവൻ ഉണ്ടല്ലോ ഗൈസ്, ആംഗിലോസോറസ്. ഇവൻ ഭയങ്കര പവർഫുള്ളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇവൻ ഭയങ്കര പവർഫുള്ള്. കാരണം ഇവൻ 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 ചെറുതായിരിക്കും, അതായത് നമ്മളെ ഒരു സൈസായിരിക്കും. നമ്മളിപ്പോൾ എത്ര സ്റ്റേജ് 20 കണ്ടില്ലേ, 8%. ഈ ഒരു സ്റ്റേജ് ആയിരിക്കുമ്പോൾ തന്നെ ഇവൻ്റെ വാന് ജാതി പവറാണ്. ഞാൻ ഡീനോസൈക്കസ് ഫുള്ളായിട്ട് കളിച്ച, ഫുൾ ഗ്രോത്ത് ആയിട്ട് ഒരു പോണ്ടുണ്ട് ഗൈസ്. ഏത് പോണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ പോണ്ടിൽ ഞാൻ ആ പോണ്ട് ഞാൻ അടക്കി വൈകിയിരുന്നു സത്യം. ഇത് വന്നു കുടിക്കാൻ വേണ്ടി വെള്ളം, ആംഗിലോസോറസിന് ചുറ്റി. ഇവൻ ഞാൻ ഫുൾ ഗ്രോത്താണ്, അത് ആലോചിക്കണം. എന്നിട്ട് ഞാൻ പോയിട്ട് മറ്റൊരു അറ്റാക്ക് ഉണ്ടല്ലോ പിന്നെ ചാടിയിട്ട് ചവിട്ടണം. അതേപോലെ ഞാൻ ചെയ്തിട്ട് അവൻ്റെ ഒരു 2 അടി കിട്ടിയപ്പോഴത്തേക്ക് എൻ്റെ പാതി ഹെൽത്ത് പോയി. അങ്ങനെ ഞാനും കിടക്കും, നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല അവൻ്റെ കയ്യിൽ. നമുക്ക് എന്തായാലും ഒന്ന് ചൊറിയാൻ പറ്റുമോ നോക്കാം. ചത്ത് വൻ ചൊറിയലാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിൽക്കൂല കൈസ്, ഇവൻ്റെ അടുത്ത് വെള്ളത്തിൽ നിൽക്കൂല. ഇറങ്ങ. ഇവന് നീന്താൻ ഭയങ്കര വീക്കാ. നമുക്ക് എന്തായാലും നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് പോകും. തിരിച്ചല്ലേ പോകണ്ടേ? കേറ് കരയ്ക്ക്. നമ്മൾ അറ്റാക്ക് ഭയങ്കര കുറവാണ് കൈസ്. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് അവൻ എന്തായാലും തിരിച്ചു വരാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം അവനെ നമ്മൾ അമ്മ ചൊറിയില്ല ചൊറിഞ്ഞു വിട്ടേക്കണം. അവൻ എന്തായാലും തിരിച്ചു വരും. കാര്യം നമ്മളെ അറ്റാക്കിന് വലിയ പവറൊന്നും ഇല്ലെങ്കിലും അവൻ കാലൊടിഞ്ഞ് പ്ലസ് ഹെൽത്തും കുറഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നല്ലതായിട്ട് അവന് പണി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെച്ചിട്ട് അവന് ഏക്കാൻ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു ഓക്കെ നെക്സ്റ്റാണ്. അപ്പോൾ ഗൈസ് പാച്ച് എപ്പിസോഡ് മാറാൻ പോകണമെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ ഗൈസ്, ഡീനോസൈക്കസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. ഒരു വാട്ട കളറെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ചേഞ്ചസ് കണ്ടിട്ടുണ്ട് കളേഴ്സിന് കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും വന്നല്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും പോയിട്ടൊന്ന് മീൻ പിടിച്ചിട്ട് വരാം. മീൻ പിടിക്കാൻ പറ്റുന്നതൊന്നും അറിയാലോ, ഏത് പ്രൊഫഷണൽ. ഓക്കെ, നമ്മളെ ഗ്രോത്ത് ഇപ്പോൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7% ആണ്. വലിയ ഇതൊന്നുമില്ല. ഹെൽത്ത് 302, ഡാമേജ് 42, സ്വിമ്മിങ് 189, സ്പീഡ് 908. ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അടുത്തത് മീൻ കൊണ്ടുവന്നു. കൊള്ളാലേ. ഓക്കെ, ചത്ത് ഗൈസ്. ചത്തിട്ടാണ് അവൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ്. പോടാ. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ആൻഡ് വീഡിയോ എൻ്റെ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. നമ്മൾ പാച്ചിനെടുത്തെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ഈ ടാസ്കിലുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എവിടെ കണ്ടില്ലേ? ഇപ്പോൾ 29% ആയി. നമ്മൾ അത്ര നേരം സർവൈവ് ചെയ്ത്. അപ്പോൾ ഇനി 29%. ഇനി അത് 100 ആക്കണം. ആക്കിക്കഴിഞ്ഞ് ഈ ഇൻ പ്രോഗ്രസ് നടക്കണതിന് പകരം എന്താ
ഗെറ്റ് ആൻ അവാർഡ് എന്ന് കിടക്കും. ഇത് അവാർഡ് റിസീവ്ഡ്, അതായത് ഞാൻ എടുത്ത അവാർഡ് ഗെറ്റ് ഇൻ അവാർഡ് എന്ന് കിടക്കും. അതെടുക്കുക. എടുക്കുമ്പോൾ നമുക്ക് ഈ കോയിൻ പൈസ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിൽ മാക്സിമം പൈസ ഉണ്ടാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നമ്മൾ അടുത്തൊരു വീഡിയോ പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ബൈ.